ബിസെ ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കൂളിംഗ് എഡ്യൂക്കേഷൻ പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന ഒരു ബോർഡാണ് ബിസെ. പക്ഷേ ഇന്നും ഒരുപാട് പേർക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് എന്താണ് ബിസെ, എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. കർണാടക സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു ഓട്ടോണമസ് ബോർഡാണ് ബിസെ. ഇതുകൂടാതെ SLCയും +2 പാസ്സാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ചാൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിസയുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ മിസ്സേ, ഇപ്പോൾ കുട്ടികൾക്ക് വരുന്ന അടുത്തൊരു ഡൗട്ടാണ്, നമ്മളിപ്പോൾ ഇത്രയും പഠിച്ച് പാസ്സാവുന്നുണ്ടല്ലോ, ഇത് അംഗീകൃതമായിട്ട് നിൽക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള കോഴ്സാണോ എന്ന്. നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യുബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യം കുട്ടികൾക്ക് വരുന്നുണ്ട്. ബിസയുടെ ഈ ഒരു വിശ്വാസ്യത ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് 3 കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. ഒന്ന്, കോബ്സയിലെ അംഗത്വം. രണ്ടെന്ന് പറയുന്നത് AIU അംഗീകാരമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം UUCMS ലിസ്റ്റാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കോബ്സെ അംഗത്വം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ CBSE ഉൾപ്പെടെയുള്ള എല്ലാ അംഗീകൃത ബോർഡുകളുടെയും കൂട്ടായ്മയായ കോബ്സയിൽ ബിസെ അംഗമാണ്. അടുത്തതെന്ന് പറയുന്നത് AIU അംഗീകാരമാണ്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇതിന് തുല്യതാ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെയും വിദേശത്തെയും ഏതൊരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കുക എന്ന് പറയുന്നത് യാതൊരു തടസ്സവും ഇല്ലാത്തൊരു കാര്യമാണ്. അടുത്തത് UUCMS ലിസ്റ്റ്. കർണാടക സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ പോർട്ടലായിട്ടുള്ള UUCMS ഇതിനെ ഒരു ഇക്വലൻ്റ് ബോർഡായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഇക്വലൻസി, അതിൻ്റെ ഒരു അംഗീകാരം നമ്മൾ മനസ്സിലാക്കിയല്ലേ. ഇനി അടുത്തതായിട്ട് വരുന്നൊരു ചോദ്യം, സ്റ്റുഡൻസിന് ഉണ്ടാകാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആർക്കൊക്കെ ഇത് പഠിക്കാം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ജോലി ചെയ്യുന്നവർക്കും പ്രവാസികൾക്കും അവരുടെ ജോലി മുടങ്ങാതെ തന്നെ പഠനം പൂർത്തീകരിക്കാം. വിവാഹശേഷം വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുള്ള വീട്ടമ്മമാർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. 15 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് അവരുടെ പഠനം പൂർത്തീകരിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ പ്രായപരിധി എന്താണ് ഇതിൽ കണക്കാക്കുന്നില്ല. അടുത്തതായിട്ട് വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് ഇതിൻ്റെ സിലബസ് വളരെ കടുപ്പമാണോ, എക്സാം വളരെ എളുപ്പമായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ്. അത് നമുക്ക് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സിലബസാണ്. NCERT ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സിലബസാണ് ബിസയിൽ വരുന്നത്. കൂടാതെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയലുകളും ഓൺലൈൻ സപ്പോർട്ടും അവൈലബിൾ ആണ്. പിന്നെ പരീക്ഷ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ചുരുക്കത്തിൽ ബിസെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. കരിയറിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ബിസെ ഒരു മികച്ച ചോയ്സാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സോ +2 ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും പിന്നോട്ട് പോകരുത്. ഡിജി ലോക്കർ സൗകര്യവും കൃത്യമായിട്ടുള്ള പരീക്ഷാ രീതികളുമുള്ള ബിസെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിസയെ കുറിച്ചിട്ടുള്ള സംശയ നിവാരണത്തിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ.